നോമ്പിന്റെ ക്ഷീണവും ദാഹവും മാറാനായാലും ഈ ചൂടത്ത് ശരീരം ഒന്ന് തണുപ്പിക്കാനായാലും പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബദാം നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഏകദേശം 30 ബദാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഓവർനൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റിയെടുക്കാം. ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം കഴിക്കുന്നത് ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ പീൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബദാം മുഴുവനായിട്ടും മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് കൂവപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചോളത്തിൻ്റെ പൊടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ ഏകദേശം 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂട് സമയത്ത് പാല് കുടിക്കുന്നത് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതാ പാലിപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബദാമിൻ്റെ മിക്സ് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പാല് ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ കസ്റ്റേർഡ് പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലത്തെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പാല് ഒരല്പം തിക്കായിട്ട് വരും. ഇപ്പോൾ നോക്കൂ, പാൽ ഒരല്പം തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത കസ്റ്റേർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ളത് പഞ്ചസാര മാത്രമാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാവുന്നതാണ്. അല്ല, കൂടുതൽ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഡേറ്റ് സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ തേനോ ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, വല്ലാതെ കുറുകിപ്പോകും. ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ചൂടാറി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് സബ്ജ സീഡ് ചേർക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡാണ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും സബ്ജ സീഡൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വരും. സബ്ജ സീഡ് അല്ലെങ്കിൽ ബേസിൽ സീഡ് നമ്മളുടെ ശരീരത്തിന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. ഡൈജഷനും ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൂട് ആറി വന്നതിന് ശേഷം ഈ ഒരു സബ്ജ സീഡ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ രുചി നല്ലപോലെ കൂടുന്നത്. ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ നേരത്തേക്ക് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തികച്ച ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് തണുത്ത് വന്നപ്പോൾ ഒരല്പം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാനുണ്ട്. ഒരുപാട് തിക്കായിട്ടല്ല, ഈ ഒരു ഡ്രിങ്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാല് ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് മധുരത്തിൻ്റെ ആ ഒരു ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഡേറ്റ് സിറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഈ ഒരു ഡ്രിങ്ക് വേണ്ടത്. ഇതിൽ നിന്നും 1 ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ ശരീരം നല്ലപോലെ തന്നെ തണുപ്പിക്കാനും അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും.
ഇതിൽ ആകെ കൂടെ അൺഹെൽത്തി ആയിട്ടുള്ളത് ഷുഗർ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും കൂടെ ഞാനിവിടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഈ ഡ്രിങ്കിൽ ബദാമൊക്കെ ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.